ഓണം എക്സാം 2026 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിലെ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് ഷുവർ ആയിട്ടും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. രാമു ബോട്ട് 130 നോട്ട്ബുക്സ് ഫോർ ദ ഷോപ്പ്, ഈച്ച് കോസ്റ്റിംഗ് 32 റുപ്പീസ്. രാമു ഷോപ്പിലേക്ക് 130 നോട്ട്ബുക്കാണ് വാങ്ങിയത്. ഓരോന്നിനും ഈച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും കോസ്റ്റ് 32 റുപ്പീസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് രാമു സ്പെൻഡ് ഇൻ ടോട്ടൽ? എത്രയാണ് രാമു മൊത്തത്തിൽ ചെലവാക്കിയത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രാജു ബോട്ട് 40 ഓഫ് ദീസ് നോട്ട്ബുക്സ് അറ്റ് 34 റുപ്പീസ് ഈച്ച്, ഹൗ മച്ച് ഡിഡ് ഹി പേ? രാജു 40 നോട്ട്ബുക്ക് 34 രൂപ വെച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര പൈസ കൊടുക്കണം? പിന്നെ ഒരു സി ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാമു 130 നോട്ട്ബുക്ക് വാങ്ങി. ഓരോന്നിൻ്റെയും പൈസയാണ്, ഒരു നോട്ട്ബുക്കിന്റെ പൈസയാണ് 32 റുപ്പീസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ മൾട്ടിപ്ലൈ ആണ് ഇവിടെ ചെയ്യേണ്ടത്. നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പം നമ്മുടെ നമ്പർ ഓഫ് നോട്ട്ബുക്ക് എത്രയാണ്? അത് നമ്മൾ ഇവിടെ എഴുതാം. നമ്പർ ഓഫ് നോട്ട്ബുക്ക് എത്രയാണ്? 130 റുപ്പീസ് ആണ്. പിന്നെ എത്രയാണ് പ്രൈസ് ഓഫ് ദി നോട്ട്ബുക്ക് എത്രയാണ്? 32 റുപ്പീസ് ആണ്. ഇനി നമ്മൾ ടോട്ടൽ ആണ് കാണേണ്ടത്. അപ്പൊ ടോട്ടൽ കാണാൻ 130 ഇൻറ്റു 32 നമ്മൾ കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. 130 ഇൻറ്റു 32. അപ്പൊ 130 ഇൻറ്റു 32 ആണ്. ഓക്കെ, ആദ്യം നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. 2 ഇൻറ്റു 0 എത്രയാണ്? 0നെ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലും നമുക്ക് 0 ആണ് കിട്ടുക. ഇനി 2 ഇൻറ്റു 3 ചെയ്യണം. 2 ഇൻറ്റു 3 എത്രയാണ്? 6 ആണ്. ഓക്കെ, ഇനി 2 ഇൻറ്റു 1 ചെയ്യണം. 2 ഇൻറ്റു 1 എത്രയാണ്? 2 ആണ്. അപ്പൊ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ്? 3 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. 3 ഇൻറ്റു 0 എത്രയാണ്? 0. 3 ഇൻറ്റു 3 എത്രയാണ്? 9 ആണ്. 3 ഇൻറ്റു 1 എത്രയാണ്? 3 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും ആഡ് ചെയ്യണം. അപ്പൊ 0, 6, 9ഉം 2ഉം കൂട്ടിയാൽ എത്രയാണ്? 11 ആണ്. 11ൽ ഒരു 11 എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പൊ നമ്മൾ 1 ഇവിടെ എഴുതി, 1 നമ്മൾ ഇവിടെ വെച്ചു, റിസർവ് ആക്കി വെച്ചു. 1 + 3 4. അപ്പൊ നമുക്ക് ആൻസർ എത്രയാണ്? 4160 റുപ്പീസ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ ചെയ്ത്, രാജു ബോട്ട് 40 ഓഫ് ദീസ് നോട്ട്ബുക്സ് അറ്റ് 35 റുപ്പീസ് ഈച്ച്, ഹൗ ഡിഡ് ഹി പേ? അപ്പം രാജു ഒന്നിന് 34 വെച്ചിട്ടാണ് വാങ്ങി. അങ്ങനത്തെ 40 നോട്ട് ബുക്ക് വാങ്ങി. അപ്പോൾ നമ്പർ ഓഫ് നോട്ട് ബുക്ക് എത്രയാണെന്ന് നമ്മൾ എഴുതാം. നമ്പർ എത്രയാണ്? രാജു വാങ്ങിയ നമ്പർ എത്രയാണ്? 40 ആണ്. ഓക്കെ, 40 ആണ്. 40 ആണ്. ഓക്കെ, 40 ആണ്. പിന്നെ പ്രൈസ് എത്രയാണ്? പ്രൈസ് ഓരോന്നിനും 34 രൂപ വെച്ചിട്ടാണ്, 34 ആണ്. അപ്പൊ നമ്മൾ ടോട്ടൽ കാണാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 40 ഇൻറ്റു 34 നമ്മൾ കാണണം. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 40 ഇൻറ്റു 34 നമ്മൾ ചെയ്യാണ്. 4 ഇൻറ്റു 0 ആണ്. 4 ഇൻറ്റു 0 0 ആണ്. 4 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 16 ആണ്. അത് ടോട്ടലായിട്ട് നമ്മൾ ഇവിടെ എഴുതി. ഇനി അടുത്ത 3 ആണ്. 3 ഇൻറ്റു 0 0 ആണ്. 3 ഇൻറ്റു 4 എത്രയാണ്? 12 ആണ്. ഇനി നമ്മൾ എന്താ? രണ്ടിനെയും കൂട്ടണം. 0, 6 + 0 6, 1 + 2 3, 1. അപ്പൊ എത്രയാണ്? 1360 റുപ്പീസ് നമ്മൾ എഴുതണം കേട്ടോ. യൂണിറ്റ് എഴുതണം. റുപ്പീസ് ആണ് നമ്മുടെ ആൻസർ. 1360 റുപ്പീസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമോ? അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 34? 40 ഇൻറ്റു 34നോട് മാച്ച് ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 40 ഇൻറ്റു 34 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 34 10 ഇൻറ്റു 34 അത് ശരിയാവില്ല. 40 ഇൻറ്റു 30 40 ഇൻറ്റു 4 ആണ് ശരിയായ ആൻസർ. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.